അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു. അതായത് വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം പോകുന്ന റൂട്ടിൽ നമുക്ക് ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇതാ ഈ റോഡിലൂടെ മുന്നോട്ട് നടക്കണം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇടുക്കി ജില്ലയിലെ വിമാനത്താവളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ കാണിച്ചു തരാം. ഇത് വിമാനത്താവളമൊന്നുമല്ല, ഇത് വിമാനം വന്നിറങ്ങുന്ന എയർ സ്ട്രിപ്പാണ്. ഇടുക്കി ജില്ലയിലെ ഒരേ ഒരു എയർ സ്ട്രിപ്പ്. അതായത് ഇടുക്കി ജില്ലയിൽ ഇത് മാത്രമേ ഉള്ളൂ വിമാനം വന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു എയർ സ്ട്രിപ്പ് എന്ന് പറയാൻ. അപ്പോൾ വിമാനത്താവളമല്ല, എയർ സ്ട്രിപ്പാണ്. ആ കാണുന്നതാണ് എയർ സ്ട്രിപ്പ്, അതായത് വിമാനം വന്നിറങ്ങുന്ന ഒരു പാത. ഇവിടെ വിമാനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പ്രാവശ്യം വിജയകരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, 2 പ്രാവശ്യം ഫെയിലായിട്ടുണ്ടെന്നാണ് അറിവ്. അപ്പം ഇതാണ് ആ സ്ട്രിപ്പ്, അതായത് വിമാനം വന്നിറങ്ങുന്ന എയർ സ്ട്രിപ്പ് എന്നാണ് ഇനി പറയുന്നത്. ഇത് ഇടുക്കി ജില്ലയിൽ സത്രം എന്ന് പറയുന്ന സ്ഥലത്താണ്. സത്രം എന്നല്ല ശരിക്കുമുള്ള ഈ സ്ഥലപ്പേര്. ഇത് നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഞാൻ KSRTCക്കാണ് വന്നത്. അപ്പോൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് നമ്മൾ നേരെ സത്രത്തിന് ടിക്കറ്റ് എടുക്കരുത്. ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മൾ അവരോട് കണ്ടക്ടർക്ക് അറിയാം. അപ്പം കണ്ടക്ടറിനോട് പ്രത്യേകം പറയണം എയർ സ്ട്രിപ്പ് കാണാനാണെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാവുള്ളൂ. അവിടെ ശബരിമല എന്ന് പറയുന്നിടത്ത് വന്ന് ഇറങ്ങിയിട്ട്, സ്ഥലപ്പേരാ കേട്ടോ, അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഒരു 1.5 കിലോമീറ്റർ കാണുമായിരിക്കും, നടന്നു വരാനുള്ള ദൂരമുണ്ട്. ബസ്സിന് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്തവർക്ക് നേരെ വണ്ടിക്ക് ഇങ്ങ് വരാം. അപ്പം ഇടുക്കി ജില്ലയിലെ വിമാനത്താവളം ഇത് നമ്മൾ കാണുന്നത് പോലല്ല, ഇച്ചിരി വലുതാണ്. നമ്മളിപ്പം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ചെറുതാണെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്തോട്ട് ചെല്ലാം. എങ്ങനെയാണെന്നേ, ഇതുണ്ട്, അത്യാവശ്യം ചെറിയൊരു ഇറക്കമാണ് കേട്ടോ. ശരിക്കും ഇവിടെ വിമാനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വിമാനം വന്ന് ഇറങ്ങുന്ന എയർ സ്ട്രിപ്പാണ്. അത് ഇടുക്കി ജില്ലയിൽ ഈ ഒരെണ്ണേ ഉള്ളൂ. ഇടുക്കി ജില്ലയിൽ ഈ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. പ്രത്യേകം പറയുന്നത് ഇടുക്കി ജില്ല, മറ്റൊരു ജില്ലയല്ല ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിൽ കാണാൻ പറ്റുന്ന ഒരേ ഒരു എയർ സ്ട്രിപ്പ് ഇതുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്തോട്ട് ചെല്ലും തോറും അതിൻ്റെ ആ വലിപ്പം കൂടി വരുവാണ്. ചെറുതായിട്ട് പണി വാളിയോ എന്നൊരു സംശയം. കാരണം വേറൊന്നുമല്ല, ഇത് വലിയൊരു കുഴിയായിട്ട് മണ്ണിടിച്ചിട്ട് തിട്ടയാക്കി നിർത്തിയേക്കും. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സ്ഥലമില്ല. എൻ്റെ പൊന്നു, കൊള്ളാം കേട്ടോ. അയ്യോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതുണ്ടോ, വലിയൊരു തിട്ടയാണ്. തിട്ട എന്ന് പറയുമ്പം തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ തിട്ട നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതുണ്ട്, ഇങ്ങനെ പോയി ഒരു നമ്പർ 05 എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെയും കാണുന്നുണ്ടോ. അപ്പോൾ ശരിക്കും പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്ന ഇവിടാന്ന് തോന്നുന്നു അല്ലേ. അങ്ങോട്ടായിരിക്കും പൊങ്ങിപ്പോകുന്നത്. മൃഗങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് പശുവാന്ന് തോന്നുന്നു. പശു ഒക്കെ കുറേ ഉണ്ട് അവിടെ. ഇവിടെ സ്റ്റാഫ് കാണും കേട്ടോ, ഇവിടെ ആൾക്കാർ കാണാൻ ഉറപ്പാണ്. അപ്പം ഇവിടെ ഒന്ന് ഇറങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ സാധിക്കുമോ എന്നറിയത്തില്ല. കാരണം അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി ഇതുണ്ടോ, അപ്പുറത്തോടൊരു മൺവഴിയുണ്ട്, അതുവഴി ഇങ്ങനെ വരണം. പക്ഷെ അവിടെ വന്നാലും അവർ എൻട്രി തരുമോ എന്നൊരു സംശയമാണ്. കാരണം ഇതൊരു ഇപ്പോഴും നിലവിൽ വിമാനം ഇറങ്ങാവുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എയർ സ്ട്രിപ്പാണ്. അപ്പം നമുക്കൊരു വെളിയിൽ നിന്നുള്ള ഒരാൾക്ക് അങ്ങോട്ടൊരു പ്രവേശനം സാധ്യത കുറവാണ്. എന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു അയ്യോ എന്നാ വലിപ്പമല്ലേ, നല്ല വലിപ്പമുണ്ട്, കൊള്ളാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പരിസര പ്രദേശങ്ങൾ കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോക്കാം. നമുക്ക് അവിടെ ഒന്ന് ചെല്ലാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കാം. അപ്പോൾ ഈ പരിസര പ്രദേശമൊക്കെ ഒന്ന് കാണാം. ഇതിപ്പോൾ ഞാൻ അത്രയും
ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഇതൊരു പുൽമേടാണ്. ഇതുണ്ട്, ഈ പുല്ലിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിന് നമ്മുടെ ഒരു സ്മെല്ലുണ്ട്. അതുപോലത്തെ പുല്ല ഈ മൊത്തം നിൽക്കുന്നു. ഇവിടെ ഈ മൊട്ടക്കുന്നുകൾ ഫുള്ളും ഇതിൻ്റെ ആ ഒരു പ്രകൃതി സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് വേറൊരു ലെവലാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊരു തൈലത്തിന് ഉപയോഗിക്കുന്ന ഒരു പുല്ലാണ്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അവിടെ ചെല്ലാം, അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മളിത് അവിടെ നിന്നാണ് കയറി വന്നത്. ഇത് അത്യാവശ്യം ഒരു ചെരിഞ്ഞ പ്രദേശമാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പ്രകൃതി ഭംഗി കണ്ടോ, എന്നെ അടിപൊളിയാണ്, സൂപ്പറല്ലേ. അപ്പോൾ നമുക്ക് ഇതുണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയത്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉള്ളതാണ്, അത് എപ്പോഴാണ് വർക്കിംഗ് എന്നറിയത്തില്ല. അപ്പം ഞാൻ താഴെ നിന്ന് വന്ന് കയറിയപ്പോഴത്തേക്ക് ഇത് ഒരു ചേട്ടന് ഇത് കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് ജ്യൂസും മാങ്ങാ പീസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ വരുന്നവർ ഒരു കുപ്പി വെള്ളമോ ചെറിയ ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ടേ വരാവുള്ളൂ. ഈ പരിസരത്തെങ്ങും ഒരു വീടോ, ഇവിടെ എല്ലാം വീടുകളുണ്ട്, പക്ഷേ നമ്മൾ അങ്ങ് ദൂരെയാണ്, കിലോമീറ്ററുകൾ താണ്ടിയാണ് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു കുപ്പി വെള്ളമോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ വരാവുള്ളൂ, ദാഹിക്കും. അപ്പം ഞാൻ പെട്ട് നിന്നപ്പോഴാണ് ആ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ദാഹിച്ച് വലഞ്ഞാൻ. അപ്പം നൈസ് വ്യൂ ആണ് കേട്ടോ സത്രം. അപ്പോൾ ഇവിടെയൊക്കെ ഓരോരോ പരിപാടികളൊക്കെ വരും. അതുകൊണ്ട് ഒരു ജീപ്പ് അതേ അങ്ങനെ കയറി വരുന്നുണ്ട്. നമുക്ക് അവിടെ താഴെ ഇറങ്ങി ചെല്ലാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ആ ജീപ്പ് വന്ന ആ വഴിയില്ലേ, ആ വഴി അങ്ങനെ പോയി അവിടെ ചെല്ലാൻ പറ്റും. പക്ഷേങ്കിൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അത് അടഞ്ഞു കിടക്കുവാണ്. അത് അടഞ്ഞു കിടക്കുവാണെന്ന് എനിക്കറിയാം, ഇവിടുന്ന് കാണുമ്പോഴേ അറിയാം. നമ്മളെന്താണേലും അവിടെ വരെ ഒന്ന് പോവാം, ചിലപ്പോൾ ഒന്ന് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റിയെങ്കിലും ഒന്ന് ഓർത്തിട്ടാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു വെള്ളം കുടിക്കാം, പണി പാളും. ചേട്ടാ എന്നാ ഉള്ളത്, എന്തെങ്കിലും ഒരു ചെറിയൊരു പരിപാടി? ഞാൻ അവിടുന്ന് ഒരു ചെറിയൊരു നാരങ്ങാവെള്ളം കുടിച്ചു, ചെറിയൊരു മാങ്ങാടെ പീസുണ്ട്, ഉപ്പിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് അതും കഴിച്ചു. പിന്നെ ഇവിടുന്ന് ഇതുണ്ടോ വന്ന വഴിയും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പം ഇവിടുന്ന് നമ്മൾ അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് അവിടെയാണ് നിന്നത്. അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ നടന്ന് ഇതുവഴി വന്ന് ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോവാണ്. നമുക്ക് താഴെ ആ എയർ സ്ട്രിപ്പിലൊന്ന് തൊട്ടടുത്തെങ്കിലും ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ അവിടെ സെക്യൂരിറ്റി കാണും, കയറ്റി വിടത്തില്ലായിരിക്കും. അപ്പം ആ ഒരു പ്രതീക്ഷത്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ചിലപ്പോൾ ആരും കാണുമായിരിക്കും, നമുക്ക് കയറിപ്പോകാൻ പറ്റും. പക്ക ഓഫ് റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മളെ അത് തൊട്ട് ഫ്രണ്ടിൽ വന്നു. അപ്പം ഫ്രണ്ടിലൊരു ഗേറ്റാണ്, പൂട്ടിയിട്ടേക്കാം ഉണ്ടോ. അപ്പം ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായി. സംഭവം പൊട്ടിക്കിടക്കുക. ഇതാണ് നമ്മളെ മേളിൽ നിന്ന് കണ്ട എയർ സ്ട്രിപ്പ്. അപ്പം ഇവിടെ വരെ നടന്നു വന്നത് വേസ്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളതാ അവിടെയാണ്, അവിടെ ഇപ്പോൾ കുറച്ച് പേര് വന്നിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു, അടിപൊളിയായിരുന്നു, പക്ഷേ പറ്റത്തില്ല. ഇതുണ്ടോ, ഇത്രയും ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സംഭവം. അപ്പം ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, കാരണം ഇത് പൂട്ടിയിട്ടേക്കാണ്. അതുപോലെ തള്ളി തുറക്കാമെന്ന് വല്ല സെറ്റപ്പ് ഉണ്ടോ, ഞാനത് നോക്കിയില്ലല്ലോ.
പൂട്ടിക്കിടക്കുക. അപ്പോൾ സംഭവം പൂട്ടിക്കിടക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇവിടെ വന്നിട്ട് കാര്യമില്ല. അവിടെ വരിക, അവിടെ നിന്ന് കാഴ്ചകൾ കാണുക, വീട്ടിൽ പോവുക. അപ്പോൾ അതേ നടക്കുള്ളൂ. പിന്നെ നമുക്ക് തിരിച്ചടക്കാം. ഒരു മൺ റോഡുണ്ട്. ഇതാ കാണുന്നത് ടാറിങ്ങാണ്. അവിടെ വരെ ടാറിങ്ങേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന ദൂരം. അപ്പം ഞാൻ ഈ റൂട്ടൊന്ന് കാണിച്ചു തരുന്നതാണേ. കാരണം നടന്നു വരുന്നവർക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. ബസ് ഇറങ്ങിയിടത്തുനിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 1.5 കിലോമീറ്റർ. അപ്പം ഇത് ടാർ റോഡ്. ഇവിടുന്ന് ഇനി മുമ്പോട്ട് നടക്കുമ്പോൾ ഫുള്ള് തേയിലക്കാടുകളാണ്. 2 സൈഡിലും തേയിലക്കാടുകളായിരിക്കും. നമ്മളിങ്ങനെ വരുന്ന ഇതുണ്ടോ, ഈ വഴിയുണ്ടോ, നല്ല സൂപ്പർ വഴിയാണ് കേട്ടോ, അടിപൊളി വഴിയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ കാണുന്നത് ഫുള്ള് തേയിലക്കാടുകളാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഈ തേയിലക്കാടിൻ്റെ അകത്തൂടെ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. അതായത് തേയില കിളുന്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ വെയിലായതുകൊണ്ട് അവർ വിശ്രമിക്കാൻ കയറിയേക്കുവാണ്. അപ്പം ഒരു നടന്നു വരാവുന്ന രീതിയിൽ അങ്ങനെ ഉദ്ദേശിച്ച് വരുന്നവരുടെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് വണ്ടിക്ക് നേരെ ഇങ്ങനെ വന്നാൽ മതി, ഒന്നും പേടിക്കണ്ട. പിന്നെ വെള്ളം എടുത്തേക്കണം, എന്തെങ്കിലും ചെറിയൊരു കഴിക്കാനുള്ള എന്തെങ്കിലും എടുത്തോണം. അവിടെ കട ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പെട്ടുപോകും. പിന്നെ ബസ്സിൻ്റെ കാര്യം മറക്കരുത്. ഒരു ഒറ്റ ബസ് KSRTC ഉണ്ട്. ആ വണ്ടി രാവിലെ 9 മണിക്ക് നമ്മുടെ വണ്ടിപ്പെരിയാറിൽ നിന്ന് എടുക്കും. അത് നേരെ സത്രം എന്ന് പറയുന്ന സ്ഥലത്ത് വരെ വരും. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, സത്രം പോയി ഇറങ്ങരുത്. ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരുള്ള ഒരു ഇതുണ്ട്, ശബരിമല ആ സ്ഥലപ്പേരാണ്. അവിടെ വന്ന് ഇറങ്ങുക. അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്, അവിടെ വന്ന് ഇറങ്ങുക. കണ്ടക്ടറോട് പറഞ്ഞാൽ മതി, അവിടെ വന്ന് ഇറങ്ങുക. അവിടെ നേരെ നടന്നിങ്ങ് വരുമോ, 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. നേരെ നടന്ന് ഇവിടെ വരാം. അപ്പം കുഴപ്പമൊന്നുമില്ല, നൈസാണ്. അപ്പം നമുക്കിനി നേരെ ബസ് വരുന്നിടത്തോട്ട് പോകാം. ഞാനിവിടെ വന്നപ്പോൾ ഒരു പള്ളി കണ്ടേ. അപ്പം താഴേന്ന് കണ്ടതാണ്. നമ്മൾ വന്ന വഴി ഇതല്ല. അപ്പം ആ കാണുന്ന മലകൾ കണ്ടോ ഇതിങ്ങനെ. അപ്പം ഇത് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലൊരു വഴിയുണ്ട് അവിടെ, അത്രയും ദൂരത്ത് നിന്ന് കാണത്തില്ല. അപ്പം ആ കാണുന്നതാണ് പുല്ലുമേട്. അതായത് അയ്യപ്പന്മാർ നടന്നു പോയി നമ്മുടെ പൊന്നമ്പലമേടിലോട്ട് നടന്നു പോകുന്ന മലയാണ്. അപ്പം ഇതാണ് നമുക്ക് ബസ് കയറാൻ പറ്റുന്ന ടൗണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ശബരിമല എന്ന് പറഞ്ഞ ഒരു സ്ഥലപ്പേരുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടെ ചെറിയ ഫാക്ടറി പോലെയോ പഴയ ഫാക്ടറിയുടെയൊക്കെ ഇത് കാണാം. അപ്പോൾ ഇതൊരു ചെറിയൊരു അമ്പലമാണ്. അപ്പം അവിടെയാണ് പുല്ലുമേടിലോട്ട് നടന്നു പോകുന്ന വഴി. പുല്ലുമേട് എന്ന് പറയുന്ന സ്ഥലം അതാണ് കേട്ടോ. ഇതുവഴി താഴോട്ടിങ്ങനെ റോഡുണ്ട്, സത്രത്തിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് സത്രം പോകാനുള്ളതാണ്. നമുക്ക് സത്രത്തിൽ പോകേണ്ട കാര്യമില്ല, നമുക്കിവിടെ വന്നിറങ്ങിയാൽ മതി. ഇതൊരു ചെറിയൊരു പാർട്ടിയുടെ കൊടികളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമ്മുടെ അമ്പലം. ഇതാണ് നമ്മൾ ബസ് കാത്തു നിൽക്കേണ്ട സ്ഥലം. ഇതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ, ബസ് കയറി വന്നേ. ഇത് നേരെ സത്രത്തിലോട്ട് പോകുന്ന വഴി. NCC ട്രെയിനിങ് സ്കൂളെന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് കാണാം. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന KSRTCയാണ്. അപ്പോൾ KSRTC 1.5 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഇട്ടുണ്ട്. അപ്പം ഒരു ബസ് കൂടെ ഉണ്ട്, മുബാറക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ബസ് ഉണ്ട്. അത് അങ്ങോട്ട് പോയിട്ടുണ്ട്, അതിപ്പോൾ തിരിച്ച് വരും. അപ്പോൾ നമുക്ക് അതിന് അങ്ങോട്ട് തിരിച്ച് പോകാം. ഇതാണ് സ്ഥലം. ഇവിടെ എല്ലാം ഉണ്ട്. ഇതൊരു കടയാണ്, അത് അടച്ചു കിടക്കുകയാണ്. അവിടെ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ അടഞ്ഞു പോയി. അപ്പം ബസ് വരട്ടെ. ഞാൻ അവിടുന്ന് 9 മണിക്ക് ബസ് കയറി ഫുള്ള് റൗണ്ട് അടിച്ച് ഇപ്പം സമയം 12:30 ഇതാ ഞാൻ പറഞ്ഞ ബസ് വന്നു. ഇതാണ് മുബാറക്ക്. അപ്പോൾ ഈ ബസ്സിനാണ് നമ്മൾ തിരിച്ച് വണ്ടിപ്പെരിയാറിന് പോകുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാർ എത്തി കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.